നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു മന്ത്രിയുടെ ലീലാവിലാസത്തിന് സ്റ്റേറ്റ് കുട പിടിച്ചു കൊടുക്കുന്നു. സാക്ഷാൽ മുഖ്യമന്ത്രി പച്ചക്കൊടി വീശുന്നു. കുൽസിത പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊള്ളൂ, പക്ഷെ അതിനൊരു ഒളിയും മറയും വേണമെന്നാണ് മന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഉപദേശം. പറഞ്ഞു വരുന്നത് ഗണേഷ് കുമാറിന്റെ കാര്യമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. വലിയ മുഖവുരയുടെ ഒന്നും ആവശ്യമില്ല. ഗണേഷ് മന്ത്രിയുടെ മറ്റേ പണിക്ക് പിണറായി വിജയൻ ഇപ്പോൾ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം പച്ചയ്ക്ക് പറയേണ്ടത്. അതായത് ഗണേഷിനെതിരെ ഭാര്യ പരാതി കൊടുക്കാൻ പോകുന്നു, എന്നാൽ തൊട്ടടുത്ത സെക്കൻഡിലായിരുന്നു മുഖ്യമന്ത്രി ഇടപെടുകയും ചില വമ്പന്മാരെ ഇറക്കി അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നതും ഗണേഷ് കുമാറിനെ കൊണ്ട് ഭാര്യയുടെ കാല് പിടിപ്പിക്കുന്നതും സംഭവം എല്ലാം അങ്ങ് കോംപ്ലിമെന്റ്സ് ആക്കുന്നതും. എന്നാൽ ഇതങ്ങ് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമാണോ? ഒതുക്കി തീർക്കേണ്ട, മന്ത്രിയെ സംരക്ഷിക്കേണ്ട ഒരു കാര്യമാണോ ഇതിൽ നടന്നിരിക്കുന്നത്? ഇവിടെ ഗണേഷ് അയാളുടെ പദവി ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് കൂടി നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കണം. കാരണം ഇതങ്ങനെ നിസ്സാരവൽക്കരിക്കേണ്ട ഒരു വിഷയമല്ല. ഗണേഷിന് ആ മന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സർക്കാർ അയാളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഗണേഷ് കുമാർ അയാളുടെ പദവി ദുരുപയോഗം ചെയ്തു, സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നുള്ളത്. കീഴൂട്ടെ വീട്ടിലേക്ക് ഗണേഷ് മന്ത്രി പോയത് സർക്കാർ വാഹനത്തിലാണ്, അതായത് മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം. ഇത് മറ്റേ പണിക്ക് ഉപയോഗിക്കേണ്ടതല്ല. അങ്ങനെ മറ്റേ പണിക്ക് പോകണമെങ്കിൽ ഗണേഷ് കുമാറിന് അയാളുടെ സ്വന്തം കാർ എടുത്തുകൊണ്ട് പോകാമായിരുന്നല്ലോ. ഇത് സർക്കാർ വാഹനം. സർക്കാർ വാഹനം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്താണത്. ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ കാർ വാങ്ങുന്നത്. മറ്റൊരു കാര്യം, ഇതിൽ പെട്രോൾ അടിക്കുന്നത് മന്ത്രിയുടെ കീഴൂട്ടെ കുടുംബത്തിൽ നിന്നല്ല. പെട്രോൾ അടിക്കുന്നതിനും ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ പൈസയാണ് എടുക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗണേഷ് കുമാർ മറ്റേ പണിക്ക് കീഴൂട്ടെ വീട്ടിലേക്ക് പോയത് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. മറ്റൊരു കാര്യവും കൂടി നമുക്ക് കൃത്യമായി പറയേണ്ടതുണ്ട്. ഗണേഷ് കുമാറിന്റെ മറ്റേ പണിക്ക് കാവൽ നിന്ന 1-2 പേരുണ്ടല്ലോ, അതായത് ശാന്തൻ, പ്രദീപ്, മനോജ്, ഇവർ. ഇത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളാണ്. ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് ഈ പറയുന്ന ശമ്പളം പോകുന്നത് കീഴൂട്ടെ കുടുംബത്തിൽ നിന്നാണോ? അല്ല. അതിനും സർക്കാർ ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ പണം എടുത്തിട്ടാണ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്നത്. അവർ ഈ പറയുന്ന മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളാണെങ്കിലും ശമ്പളം പോകുന്നത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ്. അപ്പോൾ ആ സംവിധാനവും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഗണേഷ് കുമാർ തൻ്റെ മറ്റേ പണിക്ക് സ്റ്റേറ്റിനെ ഉപയോഗിച്ചു എന്ന് വേണം, ദുരുപയോഗപ്പെടുത്തി എന്ന് വേണം പറയേണ്ടത്. ഇത് ഗുരുതരമായ കുറ്റകൃത്യമല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് സർക്കാർ നടപടിയെടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇവിടുത്തെ ചാനലുകൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ ചോദ്യം ഉന്നയിക്കുന്നില്ല, ഒരു അന്തിച്ചർച്ച നടത്തുന്നില്ല? അപ്പോൾ ഈ വിഷയം അങ്ങ് പൂഴ്ത്തി വെക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഗുരുതര പിഴവ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ മന്ത്രിയുടെ ഭാര്യയെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം അവിടെ നടന്നു. സ്ത്രീപക്ഷ സർക്കാർ അനങ്ങിയില്ല, മിണ്ടിയില്ല. പകരം എന്താണ് ചെയ്തത്? അവർ മൗനമാകാൻ പറയുകയായിരുന്നു ഭരണകൂടം ചെയ്തത്. അതായത് ഇവിടെ ശരിക്കും ഇരയായത് ആരാണ്? ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ ഭാര്യയാണ്. അവിടേക്ക് അവർ പോലീസിനെ വിളിക്കുന്നുണ്ട് തൻ്റെ സഹായത്തിന് വേണ്ടി. അതായത് മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ ഈ ഒരു കാഴ്ച കാണുമ്പോൾ, മന്ത്രിയും മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള അവിഹിത ബന്ധം കാണുമ്പോൾ അവരത് പെട്ടെന്ന് തെളിവിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുകയും വീഡിയോ പകർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അവരുടെ കയ്യിൽ നിന്ന് ആ ഫോൺ പിടിച്ചു മേടിക്കൂ എന്നാണ് ഗണേഷ് മന്ത്രി തൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളോട് പറയുന്നത്. തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ പ്രദീപ് എന്ന് പറയുന്ന മന്ത്രിയുടെ ഗുണ്ട, അങ്ങനെ വേണം പറയാൻ, ആ സ്ത്രീയെ ബലമായി പിടിക്കുകയാണ്. അവരുടെ കയ്യിൽ പിടിക്കുകയും ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. റൂം പൂട്ടുന്നുണ്ട് അവർ പുറത്തേക്ക് പോകാതിരിക്കാൻ. ആ ഘട്ടത്തിലായിരുന്നു അവർ പോലീസിനെ വിളിക്കുന്നത്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി 112ലേക്ക് വിളിക്കുന്നു. അപ്പോഴത്തേക്ക് പോലീസ് എത്തുന്നു. എന്നാൽ മന്ത്രിയെ സംരക്ഷിക്കാനായിരുന്നു പോലീസ് അപ്പോൾ ശ്രമിച്ചത്. അല്ലാതെ ആ സ്ത്രീക്ക് സംരക്ഷണം ഒരുക്കാനല്ല പോലീസ് അവിടേക്ക് വന്നത്. ഒരു പിങ്ക് പോലീസ് ഗ്രൂപ്പും എത്തിയിരുന്നു. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. മന്ത്രി പറഞ്ഞു, അവൾ എൻ്റെ ഭാര്യയാണ്, നിങ്ങൾ പോയിക്കൊള്ളൂ, ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ ആ സമയങ്ങളിലൊക്കെ ഈ പറയുന്ന ബിന്ദു മേനോൻ അവിടെ നിന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു, എന്നെ സംരക്ഷിക്കൂ, ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട ഭാവം പോലും നടിക്കാതെയായിരുന്നു അവിടെ നിന്ന് പോലീസ് സ്ഥലം വിട്ടത്. എന്തുകൊണ്ടാണ് പോലീസ് അപ്പോൾ അങ്ങനെ അങ്ങ് മടങ്ങിപ്പോയത്, നടപടിയെടുക്കാതെ? അതിന് കാരണമുണ്ട്. മന്ത്രിയാണ് തൊട്ടിപ്പുറത്ത്. മന്ത്രിയെ കൈവച്ചാൽ പണി പാളുമെന്നറിയാം.
മന്ത്രിയെ തൂക്കി അകത്തിട്ടാൽ തൊപ്പി തെറിക്കുമെന്നറിയാം. അതുകൊണ്ട് ഈ വന്ന പോലീസുകാർ പേടിച്ചോടുകയായിരുന്നു. മന്ത്രിയുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് പോലീസിനെ അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിസ്സാര വിഷയമാണോ അത്? നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ, അതായത് വലിയ പദവികളോ ഒന്നുമില്ലാത്ത ഒരാൾ അയാളുടെ ഭാര്യയെ ആക്രമിക്കുന്നു. പെട്ടെന്ന് ആ ഭാര്യ പോലീസിനെ വിളിക്കുന്നു. പോലീസ് വന്നാൽ എന്താണ് ചെയ്യുന്നത്? ഉടനെ ഈ സാധാരണക്കാരനെ പിടിച്ച് 4 ഇടി കൊടുക്കും, അതായത് ഇഞ്ചപ്പരുവമാക്കും. കുറ്റം അവൻ്റെ ഭാഗത്താണ്. കാരണം അവൻ്റെ ഭാര്യയെ കൈവയ്ക്കാൻ പാടില്ല. കുറ്റം തന്നെയാണ് അവൻ ചെയ്തിരിക്കുന്നത്. അവനെതിരെ നടപടി എടുക്കുക തന്നെ വേണം. പക്ഷേ പോലീസ് എന്താണ് ചെയ്യുക? കിട്ടിക്കഴിഞ്ഞാൽ ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കത്തില്ലേ? എന്തുകൊണ്ട് ഈ പറയുന്ന ഗണേഷ് മന്ത്രിയെ ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കിയില്ല? ആ സ്ത്രീ പരാതിപ്പെട്ടപ്പോൾ, എന്നെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ. കാരണം അവിടെ മന്ത്രിയാണ്. തൊട്ടാൽ കൈ പൊള്ളുമെന്ന് പോലീസിന് അറിയാവുന്നത് കൊണ്ട് അവരൊരക്ഷരം മിണ്ടാതെ ആ സ്ത്രീയെ ആ ഒരു അവസ്ഥയിൽ അവിടെ നിർത്തിയിട്ട് 3-4 ഗടാഗടിയന്മാരുടെ ഇടയിൽ ഇട്ടിട്ട് പോലീസ് മുങ്ങുകയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. എവിടെയാണ് സ്ത്രീപക്ഷം പറയുന്ന ആഭ്യന്തരമന്ത്രി? എവിടെ പോയി? ഇവിടെ അതിജീവിതകൾക്ക് വേണ്ടി കപ്പ് ഉയർത്തിപ്പിടിച്ച് പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട ആളല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നിട്ട് ആ കപ്പ് ഇവിടെ ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ കാര്യത്തിൽ എന്തായിരുന്നു ഉയർത്തിപ്പിടിക്കാഞ്ഞത്? പക്ഷെ ആ കപ്പ് നിലത്തിട്ടങ്ങ് പൊട്ടിച്ചു പിണറായി. ആ ചായക്കോപ്പം ഉയർത്താൻ തനിക്ക് സൗകര്യമില്ലെന്ന്. ഇവിടെയാണ് ഗണേഷ് കുമാർ ഗുരുതര കുറ്റകൃത്യം ചെയ്തു. അയാൾക്കൊരു ക്രിമിനൽ മൈൻഡ് എന്ന് വേണം നമുക്ക് പറയാൻ. ഭാര്യയെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ കൊണ്ട് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക, ഗുണ്ടായിസമാണ് കാണിച്ചത്. ഒരു മന്ത്രി ജനങ്ങളുടെ ജീവനും സമ്പത്തിനുമൊക്കെ സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയ മന്ത്രിയാണെന്ന് കൂടി ഓർക്കണം. സ്വന്തം ഭാര്യയ്ക്ക് പോലും അയാളിൽ നിന്ന് ഗുരുതരമായിട്ടുള്ള മർദ്ദനങ്ങളും കയ്യേറ്റവും പീഡനവുമാണ് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ മന്ത്രിയുടെ പദവി ദുരുപയോഗം ചെയ്തു. പോലീസിനെ അവിടെ നിന്ന് ഓടിക്കാൻ ആ പദവി ദുരുപയോഗം ചെയ്തു. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും കാറും ഒക്കെ ഉപയോഗിച്ച് സർക്കാർ സംവിധാനം തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഗണേഷ് കുമാർ കീഴൂട്ടെ അയാളുടെ വീട്ടിൽ മറ്റേ പണിക്ക് പോയത്. മറ്റേ പണി എന്ന് ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാരണം, മുൻപ് സുരേഷ് ഗോപി മറ്റേ മോനെ എന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ മറ്റേ മോന് മറ്റേ പണി തന്നെയാണ് ശീലമെന്നുള്ളത് അയാൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മന്ത്രി എന്തായിരിക്കണം? മന്ത്രി എന്ന് വേണ്ട, ഒരു ജനപ്രതിനിധി എന്തായിരിക്കണം? അയാൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാളായിരിക്കണം. കറകളഞ്ഞ ഒരു ജനപ്രതിനിധി ആയിരിക്കണം. അയാൾക്ക് തെറ്റുകൾ സംഭവിക്കരുത്, പിഴവുകൾ സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ നിയമ സംവിധാനം ഉൾപ്പെടെയാണ് തകിടം മറിഞ്ഞു പോകുന്നത്. ഇത്രത്തോളം ഗുരുതരമായ ഒരു പിഴവ് ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടും അത് പൂഴ്ത്തി വെക്കാനാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഗണേഷ് കുമാറിനെതിരെ പരാതിപ്പെടാൻ തയ്യാറായ ആ സ്ത്രീയെ, ഭാര്യയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ആ സ്ത്രീ എന്തുകൊണ്ടാണ് താൻ പരാതിയുമായി മുൻപോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞത്? അതിൻ്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഒന്നുകിൽ ഗണേഷ് കുമാറിനെ ഭയന്നിട്ട് തന്നെയാണ്. കാരണം ഗണേഷ് കുമാർ ഒരു ഗുണ്ടായിസം കയ്യിലുള്ള, ഗുണ്ടാപ്പട തന്നെ ഒപ്പമുള്ള ഒരാളാണ്. അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ ഭയന്നിട്ട് തന്നെ ആയിരിക്കാം ആ സ്ത്രീ പരാതിയില്ല എന്ന് പറഞ്ഞ് പിന്നോട്ടേക്ക് പോയത്. കാരണം ഈ സംഭവം ഉണ്ടായ ദിവസം, ആ വിവാദം പുറത്തേക്ക് വന്ന സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ച ആളായിരുന്നു ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ. എന്നാൽ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴായിരുന്നു അവർ നിലപാട് മാറ്റിയത്. എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിയത്. അത് ഭയന്നിട്ട് തന്നെയാകാം എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ആ സ്ത്രീക്ക് ഇനി എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പിണറായി വിജയനും പിണറായി പോലീസിനും തന്നെയായിരിക്കും. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദമായ 2 നേതാക്കളുടെ ലീലാവിലാസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റൊന്ന് ഗണേഷ് കുമാറും തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. എന്നാൽ ഈ 2 കേസുകളിലും സ്റ്റേറ്റ് ഇടപെട്ടു. പക്ഷേ 2 രീതിയിലാണ് ഇടപെട്ടത്. അതെന്താണെന്ന് കൂടി നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം. അതിങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അവനെ അങ്ങ് കൊന്ന് തിന്ന് പാതാളക്കുഴിയിലേക്ക് ചവിട്ടി താഴ്ത്താൻ ഇറങ്ങിയിരിക്കുകയായിരുന്നു സ്റ്റേറ്റും CPM എന്ന പാർട്ടിയും. അന്ന് ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായിരുന്ന ശിവൻകുട്ടി ഉൾപ്പെടെ MP രാജേഷ് തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ മന്ത്രിമാർ ഉൾപ്പെടെ പ്രതികരിച്ചത് എന്തായിരുന്നു? പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ MLA പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്ത്രീകളെ വലയിലാക്കാനും അവരെ ബലാത്സംഗം ചെയ്യാനും ഗർഭഛിദ്രം നടത്താനും നീക്കം നടത്തി. അയാൾ ഗുരുതര കുറ്റകൃത്യമാണ് ചെയ്തത്. ഇനി ഒരു നിമിഷം ആ MLA കസേരയിൽ ഇരിക്കാൻ അയാൾക്ക് യോഗ്യതയില്ല എന്നായിരുന്നല്ലോ ഗീർവാണം അടിച്ചത് CPMന്റെ നേതാക്കളും മന്ത്രിമാരുമൊക്കെ. അതേ തെറ്റ് തന്നെയല്ലേ ഗണേഷ് കുമാർ ചെയ്തിരിക്കുന്നത്? അയാളുടെ പദവി ദുരുപയോഗം ചെയ്തു. അയാൾ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു.
എന്നിട്ട് മന്ത്രി കസേരയിൽ അയാൾ ഇപ്പോഴും ഞെളിഞ്ഞിരിക്കുകയാണ്. എവിടെയാണ് നിങ്ങളുടെ ധാർമ്മികത? ധാർമ്മികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു കൂട്ടരാണ് ഈ CPM-കാർ, ഇന്നത്തെ CPM-കാർ. അത് നമ്മൾ പറയണം. പ്രത്യേകിച്ച് പിണറായി കാലത്തെ CPM-കാർ. അവർ ഇരകളെ വീണ്ടും വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കും, വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയും ചെയ്യും. അതായത് സർക്കാരിനും CPM-നും വേണ്ടപ്പെട്ടവരെ അവർ സംരക്ഷിക്കും. മറിച്ചാണെങ്കിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെയാണെങ്കിൽ അവരെ അങ്ങ് പാതാളക്കുഴിയിൽ ചവിട്ടി താഴ്ത്താൻ എന്ത് നെറികെട്ട കളിയും കളിക്കും, ഏതറ്റം വരെയും അതിന് പോകുകയും ചെയ്യും. അതാണ് ഈ രണ്ട് കേസുകളിൽ നമ്മൾ കാണേണ്ടത്. ഇവിടെ മന്ത്രി തന്നെ വലിയ ഗുരുതര കുറ്റകൃത്യം ചെയ്തിട്ടും അത് പൂഴ്ത്തി വെക്കാൻ ഈ സർക്കാർ ശ്രമിക്കുകയാണ്. അതിനെ വെള്ള പൂശാനുള്ള നീക്കമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗണേഷ് കുമാർ അന്ന് പ്രതികരിച്ചത് എന്തായിരുന്നു? ഇത് വ്യക്തിപരമായ കാര്യമാണ്, അതിനകത്തിൽ ആരും തലയിടേണ്ട കാര്യമില്ല എന്നൊക്കെയായിരുന്നു. അതായത് ഈ വിവാദം പുറത്തേക്ക് വന്ന സമയത്ത് ഗണേഷ് കുമാർ പ്രതികരിച്ചത്, എനിക്ക് 5000 പ്രണയമുണ്ട്, ആരും പ്രണയിക്കാത്തവരാണോ? നെഹ്റു പ്രണയിച്ചിട്ടില്ലേ? പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും മാധവിക്കുട്ടിയും ഒക്കെ പ്രണയിച്ചിട്ടില്ലേ? എനിക്ക് 5000 പ്രണയമുണ്ട്, മനോഹരമായ പ്രണയമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ വന്നത്. വ്യക്തിപരമായ കാര്യമാണ്, അതിലൊന്നും തലയിടാൻ ആർക്കും അവകാശമില്ല എന്ന് മാധ്യമങ്ങളോട് പറയുകയായിരുന്നല്ലോ. എന്നാൽ അത് വ്യക്തിപരമായ കാര്യമല്ല. അയാൾ ഈ സ്റ്റേറ്റിനെ ഉപയോഗിച്ചു എന്ന് വേണം, മറ്റേ പണിക്ക് ഈ സ്റ്റേറ്റിനെ, ഈ ഭരണകൂടത്തെ ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. അധികാരവും സർക്കാർ സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് മന്ത്രി മറ്റേ പണിക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും ഈ പറയുന്ന ഗണേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കാനും ഇവർക്ക് നട്ടല്ലില്ല. മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ ഗണേഷ് കുമാറും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒരു നുഖത്തിൽ കെട്ടാം. കാരണം രണ്ടും ഒരേ ഐറ്റം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പക്ഷേ കൊന്നു തിന്നണം, ഗണേഷ് മോനെ ഞാൻ അങ്ങ് സംരക്ഷിക്കും എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ചവിട്ടി പുറത്താക്കണം, എന്തിനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം? ഇപ്പോഴും പച്ചയ്ക്ക് തന്നെ പറയേണ്ടി വരികയാണ്, പിണറായി വിജയൻ ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ മറ്റേ പണിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അയാളെ ഇങ്ങനെ സംരക്ഷിക്കേണ്ട കാര്യം എന്താണ്? അയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നേ, അയാളെ മാറ്റി നിർത്തണം. ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് തല ഉയർത്തി നിൽക്കാം ഈ വിഷയത്തിൽ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ അവനെ ചവിട്ടി പുറത്താക്കി പാർട്ടി. പക്ഷേ ഗണേഷിനെ ഇങ്ങനെ സംരക്ഷിക്കുകയാണ് CPM-കാർ. ഈ വിഷയത്തിൽ VD സതീശൻ പിണറായിക്ക് നല്ല കൊട്ടു കൊടുത്തിരുന്നു. ഗണേഷ് കുമാർ അല്ല മുഖ്യമന്ത്രിയാണ് നാണം കെട്ടതെന്നും അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുള്ള കപ്പ് ഇനി മുഖ്യമന്ത്രി ഉയർത്തി കാട്ടരുത്, അതായിരിക്കും ഇനി UDF-ന്റെ പ്രചാരണ ചിത്രം. ഇതായിരുന്നു പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് VD സതീശൻ പറഞ്ഞത്. പോലീസ് അന്വേഷിക്കേണ്ടതാണ് ഈ ഒരു വിഷയം. സംഭവത്തിൽ കേസെടുക്കണം, ഗണേഷിന്റെ രാജി ചോദിച്ചു വാങ്ങിക്കണം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരോപണം ഉയർന്നപ്പോൾ ഗണേഷ് കുമാറിന്റെ രാജി പിണറായി ആവശ്യപ്പെട്ടിരുന്നല്ലോ. ഇപ്പോൾ ജനങ്ങൾക്ക് മുൻപിൽ മുഖ്യമന്ത്രിയും CPM-ഉം തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രവൃത്തിയും വാക്കും ഒന്നാണെന്ന് പറഞ്ഞ സതീശൻ കുറ്റം നടന്നെന്ന് അറിഞ്ഞാൽ പോലീസ് ചെയ്യേണ്ടത് എന്താണ് എന്ന ചോദ്യവും ഉയർത്തി. ഗണേഷ് കുമാറിന്റെ ഭാര്യ തന്നെയാണ് പറഞ്ഞത് വാളകത്തെ വീട്ടിൽ അയാളെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്ന്. അവർക്ക് നേരെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ കയ്യേറ്റ ശ്രമം നടത്തി എന്നൊക്കെ. എന്നിട്ടും ഈ ഭരണകൂടം ഒരക്ഷരം പ്രതികരിക്കാതെ മൗനത്തിലാണ്. ഗണേഷ് നല്ല മോനാണെന്ന്. ഇവിടെ നമുക്ക് ബിന്ദു മേനോന്റെ ആ ഒരു പ്രതികരണം ഒന്നുകൂടി കേട്ടു നോക്കണം. അതായത് അന്ന് ആ വീട്ടിൽ എന്തായിരുന്നു സംഭവിച്ചതെന്നും ആ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ അവരുടെ കയ്യിൽ കയറി പിടിക്കുകയും മൊബൈൽ പിടിച്ച് വാങ്ങാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭീകരമായ അവസ്ഥയെക്കുറിച്ച് ആ സ്ത്രീ അന്ന് പ്രതികരിച്ചിരുന്നു. അതൊന്നുകൂടി ജനങ്ങളൊന്ന് കേട്ടു നോക്കണം. അപ്പോൾ മനസ്സിലാകും അന്നേ ദിവസം ആ വീട്ടിൽ ആ സ്ത്രീ അനുഭവിച്ചത് എന്ത് വലിയ പീഡനമായിരിക്കുമെന്ന്. സംരക്ഷിക്കാൻ വന്ന പോലീസ് പോലും മന്ത്രിയാണെന്നറിഞ്ഞപ്പോൾ സ്ഥലം വിട്ടതാണ്. എന്നിട്ട് ആ സ്ത്രീയെ അവിടെ നിർത്തി ആ സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷത്തിൽ നിർത്തിയിട്ടാണ്, ഉപേക്ഷിച്ചിട്ടാണ് പോലീസ് കടന്നു കളഞ്ഞത്. ഞാൻ വിളിച്ചു, 112 വിളിച്ചു. അവർ വന്നു. പക്ഷെ അവർക്ക് അവരുടെ പരിധിയിലുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അവരുടെ പരിധിയിലുള്ള സ്റ്റേഷനല്ല. എനിക്ക് അതിനെ കുറിച്ചൊന്നും മനസ്സിലായില്ല. ബിക്കോസ് ഞാൻ വളരെ ഒരു ഡിസ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വിളിച്ചപ്പോൾ, ലേഖ ചേച്ചി എന്റെ ബ്രദറിന്റെ വൈഫിനെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് 112 കൺട്രോൾ റൂമിൽ വിളിച്ച് കാര്യം പറയാൻ പറഞ്ഞു. ബിക്കോസ് ഐ വാണ്ടഡ് പ്രൊട്ടക്ഷൻ. എന്റെ ഫോണെല്ലാം എടുക്കാനും മിനിസ്റ്ററുടെ സ്റ്റാഫ് ഡ്രൈവറായ ശാന്തൻ ശ്രമിച്ചപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു. ലേഖ ചേച്ചിയെ വിളിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു 112 വിളിക്കാൻ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞ് പോലീസ് വന്ന് പുറത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു മന്ത്രിയുടെ ആരാണ്, ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലുള്ള ലൈസൻസ് ബട്ട് ഐ നീഡ് പ്രൊട്ടക്ഷൻ, എനിക്ക് വീട്ടിനുള്ളിലേക്ക് തിരിച്ചു പോയി എന്റെ സാധനങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പരിധിയിൽ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പിണറായി വിജയൻ സാറെ വിളിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ വന്നല്ലോ മാഡം വെയിറ്റ് ചെയ്യൂ. അത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിങ്ക് പോലീസ് വരുന്നു. അത് കഴിഞ്ഞ് അവർ വന്നു കഴിഞ്ഞു. അത് വന്നു കഴിഞ്ഞപ്പോൾ മന്ത്രിയുടെ ഒരു സ്റ്റാഫ് പുറത്ത് വന്ന് പറഞ്ഞു, അയ്യോ ചേച്ചി പോലീസൊക്കെ എന്തിനാ ചേച്ചിക്ക് ഉള്ളിൽ വന്നത്, ചേച്ചിയുടെ വീടാണ്. ഞാൻ എനിക്ക് എന്റെ വീടാണ്, എനിക്ക് ഈ സാധനങ്ങൾ എടുക്കാൻ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഞാൻ ആ വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി വാ ഉള്ളിൽ വാ എന്നപ്പോൾ
പിങ്ക് പോലീസ് ഒരു മാഡം ഉള്ളിൽ പോകും, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ അങ്ങനെ വിളിക്കുന്ന ആവശ്യം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ പോയി ഞാൻ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് എന്ത് പെട്ടി പാക്ക് ചെയ്യാനാ? 13 years ഓഫ് മൈ ലൈഫ് എന്താണ് ആ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ എന്താ പാക്ക് ചെയ്യുന്നത്? എന്നാലും ഞാൻ എന്തൊക്കെയോ പെട്ടിയിൽ വാരിയിട്ട് ഐ വാസ് ഇൻ സച്ച് എ ടെറിബിൾ സ്റ്റേറ്റ്. ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും പ്രദീപ് അവിടെ വാതിൽ അടച്ചു കഴിഞ്ഞു, മെയിൻ ഡോർ അടച്ചു. So I was trying to open the door. എന്റെ കൈയെല്ലാം പിടിച്ച് മാറ്റി വാല് തുറക്കാൻ സമ്മതിക്കുന്നില്ല. അതാണ് ഐ എം തിങ്കിങ് പോലീസ് ഇസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ഫോർ മീ. അപ്പൊ ഞാൻ വാതിൽ കൊട്ടിയിട്ട് പറയുന്നു പോലീസ് ഹെൽപ്പ്. ഒരു ശബ്ദമില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ പ്രദീപിനോട് പറയും മര്യാദയ്ക്ക് മാറിക്കോ, എനിക്ക് പുറത്ത് കിടക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല. അത് അവസാനം ബാക്കിൽ മനോജ് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനോജ് ഒന്ന് പറയും പ്രദീപിനോട് വാല് തുറക്കാൻ, എനിക്ക് പോണം എന്ന്. പ്രദീപ് പറഞ്ഞാൽ മനോജ് പറയുന്നുണ്ട് പ്രദീപിനോട് വാല് തുറന്നു കൊടുക്കുമെന്ന്. എന്നിട്ട് ഈ പ്രദീപ് കേൾക്കുന്നില്ല, എന്റെ കൈ പിടിച്ച് മാറ്റാൻ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് തുറന്നോളൂ എന്നുകൊണ്ട് എങ്ങനെയോ തുറന്ന് ഞാൻ വിചാരിക്കുന്നു പോലീസിനെ എന്തെങ്കിലും പറയണമെന്ന് നോക്കും, ആരും ഇല്ല അവിടെ, ഒരാളും ഇല്ല. എന്നിട്ട് ഞാൻ എന്റെ ടാക്സി ഞാൻ വിളിച്ചത്, അവര് അതിനെക്കാട്ടും പേടിച്ചു. മിനിസ്റ്റർ വീട്ടിലേക്കാന്ന് പറഞ്ഞപ്പോൾ ടാക്സിക്കാർ പോലും വരാൻ പേടിച്ചു. എന്നിട്ട് അവര് പുറത്ത് വെയിറ്റ് ചെയ്യണം. ഞാൻ അവരുടെ അടുത്ത് വരാൻ പറഞ്ഞു, അവര് പേടിച്ചു. അത് കഴിഞ്ഞ് കാറിലിരുന്ന് അവർക്ക് പേടി, മാഡം ഞങ്ങളെ വല്ലതും ചെയ്യുമോ? ഞാൻ പറഞ്ഞു നിങ്ങളെ ആരും ചെയ്യില്ല, ഞങ്ങൾക്ക് പാലക്കാട്ടിലേക്ക്. എന്നിട്ട് ത്രൂ ഔട്ട് മൈ ജേർണി അവർക്ക് പേടിയാണ്, ഞങ്ങളെ വല്ലതും ചെയ്യുമോ, ഞങ്ങളുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളെ ആരും ചെയ്യില്ല, എന്നെ പാലക്കാട് കൊണ്ടുവിട്. രാത്രി 2 മണിക്കാണ് ഞാൻ പാലക്കാട് എത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇതുവരെയ്ക്കും ഞാൻ ആരുടെ ഫോണോ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിന്റെ റീസൺ, മന്ത്രി ഇപ്പോൾ മിനിസ്റ്റർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 112 വിളിക്കുന്നത് വട്ടായവരാണെന്ന്. എന്റെ ബെഡ്റൂമില് എന്റെ ഭർത്താവിന്റെ കൂടെ എനിക്ക് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണുമ്പോൾ സാധാരണ ഒരു സ്ത്രീ എന്താ ചെയ്യുക? സാധാരണ ഒരു സ്ത്രീ അവരെ വെട്ടി നുറുക്കും അല്ലേ? നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന അങ്ങനെയല്ലേ? മന്ത്രി സിനിമയിൽ അഭിനയിക്കുന്നതല്ലേ? അങ്ങനെയാണോ ചെയ്യുക? നമ്മൾ ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മളും കൂടെ ചേർന്ന് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കില്ലല്ലോ. ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ മന്ത്രിയെ തൊട്ടില്ല, ആ സ്ത്രീയെ തൊട്ടില്ല, ഞാൻ ആരെയും ഒരു ബാഡായിട്ടൊന്നും പറഞ്ഞില്ല. ബിക്കോസ് ഐ എം എ ബിലീവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ അങ്ങനെയല്ല ബൈബിളിൽ പഠിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സ് വിഷമമാണ്, പക്ഷേ എനിക്ക് വട്ടാണ്. ഇതെനിക്ക് അറിയായിരുന്നു. എനിക്ക് സംശയ രോഗമാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്നതിന്റെ കൊണ്ട് മാത്രം ഞാൻ ആ ഫോണിൽ അതെല്ലാം പകർത്തി. അപ്പൊ ശാന്തനോട് പറഞ്ഞു അവരുടെ ഫോൺ എടുത്ത് മാറ്റി, അവർ തടയെന്ന് പറഞ്ഞു. ശാന്തൻ അത് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഞാനത് എനിക്കറിയായിരുന്നു. അപ്പൊ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി എന്നാക്കിയിട്ടാണ് ഞാൻ പോയത്. ഞാൻ ചേച്ചിയെ വിളിച്ചാൽ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ചേച്ചിയെ വിളിക്കുകയാണെന്ന്. അവർക്കറിയാം ലേഖ ചേച്ചി എന്ന് പറഞ്ഞാൽ ലേഖ ചേച്ചിനെ എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുന്നത്. അപ്പൊ അവരൊന്നും മടിച്ചു. അത് ആ ഒരു സെക്കൻഡിൽ ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി വന്ന് ചേച്ചിയെ വിളിച്ച് ഞാൻ ചേച്ചി പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഉടനെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കാൻ. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവരെന്നെ ഉപദ്രവിക്കാതിരുന്നതാണ്.